ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തും. 17ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് ഇന്ന് സമാപനമാവും. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിദേശ കുടിയേറ്റം സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പലെത്തി. തുറമുഖത്തിന്റെ ട്രയൽ ഓപ്പറേഷന് നാളെ തുടക്കം. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതിയിൽ ഇന്ന് വാദം തുടരും. ഉത്തർപ്രദേശിൽ മഴക്കെടുതികളിൽ 22 മരണം. അസമിലും പ്രളയക്കെടുതി രൂക്ഷം. യൂറോ കപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ട് സ്പെയിൻ പോരാട്ടം. കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീന കൊളംബിയയെ നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബറി, മറ്റ് അംഗങ്ങൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. ഈ മാസം 23-നാണ് കേന്ദ്ര ബജറ്റ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 22-ന് ആരംഭിക്കും. 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. ദ്വിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ മടങ്ങിയെത്തി. 3 ദിവസം നീണ്ടുനിന്ന റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ മോസ്കോയിലും 2ാം പാദത്തിൽ വിയന്നയിലുമാണ് ശ്രീ മോദി സന്ദർശനം നടത്തിയത്. സന്ദർശനത്തിന്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹമർ എന്നീ നേതാക്കളുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മോസ്കോയിൽ നടന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കും അദ്ദേഹം റഷ്യൻ പ്രസിഡന്റിനൊപ്പം അധ്യക്ഷത വഹിച്ചു. റഷ്യൻ ഫെഡറേഷന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയും ശ്രീ നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനിൽ നിന്നും ഏറ്റുവാങ്ങിയിരുന്നു. കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. മികച്ച വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതയും തേടി സംസ്ഥാനത്ത് നിന്നും വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് നോർക്ക റൂട്ട്സിന്റെ സർവേയിൽ കണ്ടെത്തിയ സാഹചര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് മാത്യു കുഴൽനാടൻ ആണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. വിദ്യാർത്ഥികളുടെ കുടിയേറ്റം കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസവും തൊഴിലും തേടി വിദേശത്തേക്ക് പോകുന്നത് ആഗോള പ്രതിഭാസമാണെന്ന് മന്ത്രി ആർ ബിന്ദു മറുപടിയായി പറഞ്ഞു. ഇന്ത്യയിൽ താരതമ്യേന കുടിയേറ്റം കുറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. വിദ്യാർത്ഥികൾ വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നത് ഒരു കുറ്റമല്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ഇന്ന് സമാപിക്കും. കഴിഞ്ഞ മാസം 10-നാണ് സഭാ സമ്മേളനം ആരംഭിച്ചത്. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പലെത്തി. സാൻ ഫെർണാൻഡോ ആണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ലോകത്തെ 2ാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാൻഡോ മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് വിഴിഞ്ഞത്ത് സ്വീകരിച്ചത്. രാവിലെ 7 മണിയോടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിൽ കപ്പലെത്തിയത്. രാവിലെ 9:50 ബെർത്തിംഗ് നടപടികൾ പൂർത്തിയാക്കി. മന്ത്രിമാരായ VN വാസവനും GR അനിലും ബെർത്തിംഗ് സമയത്ത് സന്നിഹിതരായിരുന്നു. 1930 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ ക്രെയിനുകളുടെ സഹായത്തോടെ കണ്ടെയ്നറുകൾ ഇറക്കും. ഈ മാസം 2-ന് ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്നും പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തിയത്. നാളെ ട്രയൽ റണ്ണും മദർഷിപ്പിന്റെ ഔദ്യോഗിക സ്വീകരണവും നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതിയിൽ ഇന്ന് വാദം തുടരും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ച പ്രകാരമുള്ള സത്യവാങ്മൂലം കേന്ദ്ര സർക്കാരും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയും ഇന്നലെ സമർപ്പിച്ചിരുന്നു. നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കുന്നത് ഏറ്റവും അവസാനത്തെ പരിഹാരമാർഗമായിരിക്കണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കവേ സുപ്രീംകോടതി പറഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @all-india radio news തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_news_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ലൈറ്റ് ഹൌസ് ടൂറിസത്തിന് പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാളിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച പുരോഗമിക്കുന്നു.
വിഴിഞ്ഞം ലൈറ്റ് ഹൌസിൽ നടക്കുന്ന ചർച്ചയിൽ കേന്ദ്ര സഹമന്ത്രി ശാന്തനു ടാക്കൂറും പങ്കെടുക്കുന്നുണ്ട്. ബിംസ്റ്റെക് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടാമത് സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കും. സുരക്ഷ, ഗതാഗതം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ രംഗങ്ങളിൽ ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുകയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഉത്തർപ്രദേശിൽ മഴക്കെടുതികളിൽ ഇന്നലെ 22 പേർക്ക് ജീവൻ നഷ്ടമായി. ദുരിതബാധിത മേഖലകൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് സന്ദർശിക്കും. വെള്ളപ്പൊക്കം സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. 10,000-ലേറെ പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അസമിൽ പ്രളയക്കെടുതിയിൽ ഇന്നലെ 5 പേർ കൂടി മരിച്ചു. വെള്ളപ്പൊക്കത്തിൽ 84 മരണങ്ങളാണ് അസമിൽ ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്തത്. 27 ജില്ലകളിലായി 14 ലക്ഷത്തിലധികം പേരെ പ്രളയം ബാധിച്ചതായാണ് കണക്കുകൾ. 2,500-ലധികം ഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അസമിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഫൈനലിൽ അർജന്റീനയും കൊളംബിയയും ഏറ്റുമുട്ടും. ഇന്ന് നടന്ന രണ്ടാം സെമിയിൽ ഉറുഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് കൊളംബിയ കലാശക്കളിക്ക് യോഗ്യത നേടിയത്. ആദ്യ സെമിയിൽ കാനഡയെ എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിന് യോഗ്യത നേടിയിരുന്നു. ഈ മാസം 15-നാണ് കോപ്പ അമേരിക്ക ഫൈനൽ. യൂറോ കപ്പ് രണ്ടാം സെമിയിൽ നെതർലാൻഡ്സിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ഫൈനലിൽ കടന്നു. ഞായറാഴ്ച രാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ സ്പെയിനുമായാവും ഇംഗ്ലണ്ട് ഏറ്റുമുട്ടുക. ആദ്യ സെമിയിൽ ഫ്രാൻസിനെ 2-1 പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ ഫൈനലിൽ കടന്നത്. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ജനസംഖ്യാ വർധനവ് മൂലമുണ്ടാകുന്ന വെല്ലുവിളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനും സുസ്ഥിരമായ ഭാവിക്കായി പ്രവർത്തിക്കുന്നതിനുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ദിനാചരണം. കഴിഞ്ഞ 13 വർഷമായി ജമ്മു കാശ്മീരിൽ അനധികൃതമായി താമസിച്ചുവരുന്ന വിദേശ പൌരന്മാരെ കണ്ടെത്തുന്നതിന് ജമ്മു കാശ്മീർ ഭരണകൂടം 7-അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. 2011 മുതൽ കേന്ദ്ര ഭരണ പ്രദേശത്ത് തുടരുന്ന വിദേശ പൌരന്മാരെ കണ്ടെത്തുകയാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം. അനധികൃത കുടിയേറ്റക്കാരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുകയും ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കുകയും ചെയ്യും. ഓരോ മാസവും കമ്മിറ്റി റിപ്പോർട്ട് നിർമ്മിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറണം. ജമ്മു കാശ്മീരിലെ കത്വയിൽ 5 സൈനികരുടെ മരണത്തിനിടയാക്കിയ ഭീകരർക്കായുള്ള തെരച്ചിൽ 4-ാം ദിവസത്തിലേക്ക് കടന്നു. 20ഓളം പേരെ ചോദ്യം ചെയ്യുന്നതിനായി ഇതിനകം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 13 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തു. കച്ചദ്വീപിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന പുതുക്കോട്ടൈ സ്വദേശികളാണ് അറസ്റ്റിലായത്. ഈ മാസം ആദ്യം 25 മത്സ്യത്തൊഴിലാളികളെയും ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തിരുന്നു. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ആഗോള ശ്രദ്ധ ലഭിക്കുന്നതിന് കോൺക്ലേവ് സഹായിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വ്യാവസായിക ശേഷിയിൽ റഷ്യയെ മറികടക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നാറ്റോ രാജ്യങ്ങളോട് US പ്രസിഡന്റ് ജോ ബൈഡൻ. നാറ്റോയുടെ 75-ാം വാർഷിക ആഘോഷങ്ങളെ വാഷിംഗ്ടണിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചൈനയുടെയും ഇറാന്റെയും ഉത്തര കൊറിയയുടെയും സഹായത്തോടെ റഷ്യ ആഭ്യന്തര പ്രതിരോധ ഉത്പാദനം ഉയർത്തിയതായും ജോ ബൈഡൻ ചൂണ്ടിക്കാട്ടി. നാറ്റോയിൽ പുതുതായി ചേർന്ന ഫിൻലൻഡും സ്വീഡനും ഉൾപ്പെടെ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള 32 പ്രതിനിധികൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രപതി ഭവനിലെ ബാഡ്മിന്റൺ കോർട്ട് ഇന്നലെ അസാധാരണമായ കാഴ്ചയ്ക്ക് വേദിയായി. ഇന്ത്യയുടെ പ്രമുഖ അന്തർദേശീയ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാളിനൊപ്പം രാഷ്ട്രപതി ദ്രൌപദി മുർമു കളിക്കളം പങ്കിട്ടതാണ് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത്. സ്പോർട്സിനോടും ഗെയിമുകളോടുമുള്ള രാഷ്ട്രപതിയുടെ സ്വാഭാവിക ഇഷ്ടം വെളിപ്പെടുത്തുന്നതായിരുന്നു സംഭവം. പത്മ അവാർഡ് ജേതാക്കളായ വനിതകളെ പരിചയപ്പെടുത്തുന്ന ഹെർ സ്റ്റോറി മൈ സ്റ്റോറി പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി സൈന നെഹ്വാൾ ഇന്ന് രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിൽ സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തും. 17-ാം കേരള നിയമസഭയുടെ 11-ാം സമ്മേളനത്തിന് ഇന്ന് സമാപനമാവും. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിദേശ കുടിയേറ്റം സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ എത്തി. തുറമുഖത്തിന്റെ ട്രയൽ ഓപ്പറേഷന് നാളെ തുടക്കം. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതിയിൽ ഇന്ന് വാദം തുടരും. ഉത്തർപ്രദേശിൽ മഴക്കെടുതികളിൽ 22 മരണം. അസമിലും പ്രളയക്കെടുതി രൂക്ഷം. യൂറോ കപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ട് സ്പെയിൻ പോരാട്ടം. കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീന കൊളംബിയയെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.